അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂം 30-ാമത്തെ ആയമായ സൂറത്തുർ റൂമിൻ്റെ 21-ാമത്തെ ആയത്താണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സുപരിചിതമായിട്ടുള്ള ആയത്ത് വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് കേട്ടൊരായത്തായിരിക്കും. ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അവന് നിങ്ങൾക്ക് വേണ്ടി ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ, ഇണ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം, അകന്ന് നിന്ന രണ്ടാളുകൾ പരസ്പരം ഒന്നിക്കുന്നതിന് അല്ലെങ്കിൽ യോജിക്കുന്നതിനാണ് നമ്മൾ ഇണ എന്ന് പറയുക. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അതാണ്. അകന്ന് നിന്ന രണ്ടാളുകൾ പരസ്പരം ഒന്നിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ആയത്തിൻ്റെ നേരെ മേലെയുള്ള ആയത്ത്, അവസാനത്തെ ആയത്ത് 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അതിനുശേഷം നിങ്ങളെ ലോകം മുഴുവനും വ്യാപിപ്പിച്ചു. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ആ ആയത്തിൽ എടുത്തു പറയുന്നത്. അതിനുശേഷമാണ് ഈ ആയത്തിൽ ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അതിലുള്ളൊരു ഭംഗി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യത്തിൽ മനുഷ്യരെ മുഴുവനും ലോകം മുഴുവനും വ്യാപിപ്പിച്ചു. അതിനുശേഷം ആ വ്യാപിപ്പിച്ചതിൽ നിന്നും രണ്ട് ആളുകളെ അവന് കൂട്ടി യോജിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അത് അവൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അതായത് വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ച് അവരെ ഒന്നിച്ചു കൊണ്ടുവരിക, വേർപ്പെടുത്തുക എന്നുള്ളത് സൃഷ്ടിയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചു. പിന്നീട് നമ്മുടെ മാതാവിൻ്റെ ശരീരത്തിൽ നമ്മൾ രൂപപ്പെട്ട സന്ദർഭത്തിൽ ആ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 40-ാമത്തെ ദിവസം നമ്മുടെ ശരീരവുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ ഒന്നായിട്ട് ജീവിക്കുന്നു. ജീവിതകാലത്തുടനീളം നമ്മൾ ഒന്നായിട്ട് ജീവിക്കുന്നു. പിന്നീട് മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അതിനെ വേർപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മരണ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ടെല്ലാം വേർപിരിയുന്നു. വീണ്ടും മരണാനന്തര ജീവിതത്തിൽ നമ്മൾ വീണ്ടും ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ അസ്വാജിന് ഇണകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അസ്വാജ് അല്ലെങ്കിൽ സൗജ എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരല്പം ആഴത്തിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഈ ആയത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. സൗജ എന്നുള്ള അറബി പദം അത് ഒന്നിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തുവിൻ്റെ പകുതിയായിട്ട്. ആ പകുതി ഇല്ലാതെ ആ വസ്തു പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതായത് സൗജ എന്നുള്ളത് ഒറ്റക്ക് പൂർണ്ണമാകില്ല, മറിച്ച് അത് മറ്റൊരു വസ്തുവിനോട് കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇതേ പദപ്രയോഗം, സൗജ എന്നുള്ള പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സ്ഥലങ്ങളിലും ഉപയോഗിച്ചായിട്ട് കാണാൻ സാധിക്കും. അതായത് സൃഷ്ടികളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജൈൻ എന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ സൃഷ്ടിച്ചത് ഇരട്ടകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ച് ഈ ഒരു ആയത്തിലേക്ക് വരുമ്പോൾ ഒരല്പം ആഴത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ദിവസങ്ങൾ എന്നുള്ളത്. ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നത് രാവും പകലും കൂടിച്ചേരുന്ന സന്ദർഭത്തിലാണ്. രാവിനെ സ്വന്തമായിട്ടൊരാൾ ഒരു ദിവസമെന്ന് വിളിക്കില്ല, പകലിനെ മാത്രം ഒരു ദിവസമെന്ന് നമ്മൾ വിളിക്കില്ല, മറിച്ച് ഇത് രണ്ടും കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്കൊരു ദിവസം ലഭിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വർഷവും മാസവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ആരാധനയിലും നമ്മൾ അതിനെ രണ്ടും ആശ്രയിക്കും.
നിർവഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാരം എന്നുള്ളത് നമ്മൾ സൂര്യൻ്റെ ചലനത്തെ ആശ്രയിച്ചാണ് നിർവഹിക്കാറുള്ളത്. അതേസമയം നമ്മുടെ നോമ്പും അതേപോലെ തന്നെ പെരുന്നാളെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് ചന്ദ്രനെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും ചേർന്നാണ് നമുക്ക് ലഭിച്ചത്, നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിൽ നിന്നും വേർപ്പെടുത്താൻ സാധ്യമല്ല. നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ ഇൽമും അമലും അറിവും പ്രവൃത്തിയും അത് ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അത് രണ്ടും ഒരേ രൂപത്തിൽ പരസ്പര ബന്ധിതമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ദീനിന് അനിവാര്യമാണ്. ഒരാൾക്ക് ഖുർആൻ മാത്രമായിട്ട് ഒരാൾക്ക് ദീനിനെ അനുഷ്ഠിക്കുക സാധ്യമല്ല, ഹദീസ് മാത്രമായിട്ട് ഒരാൾക്ക് ദീൻ അനുഷ്ഠിക്കുക സാധ്യമല്ല. മറിച്ച് അത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സുഗമമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദീന് പൂർത്തിയാകുന്നുള്ളൂ, അല്ലെങ്കിൽ ദീനനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ദുനിയാവും ആഖിറത്തിന് അനിവാര്യമാണ്. ആഖിറത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ദുനിയാവ് അർത്ഥവത്താകുന്നുള്ളൂ. ഈ ഒരു അർത്ഥത്തിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ കാര്യങ്ങളും ഞാൻ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ഇത് ഈ ഒരു കാര്യത്തിൽ വിട്ട് നമ്മൾ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിലും ശാസ്ത്രീയമായിട്ട് ഇതിൽ നിരവധി അത്ഭുതങ്ങൾ ഈ ഒരു പരാമർശത്തിൽ കാണാൻ സാധിക്കും. അപ്പം എല്ലാം ഇതേ രൂപത്തിൽ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിലും മനുഷ്യൻ്റെ ഇണകളെ നൽകി എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പകുതിയായിട്ടുള്ള. അതായത് രാവും പകലും കൂടിച്ചേരുന്ന സന്ദർഭത്തിലാണ് ദിവസം ഉണ്ടാകുന്നത് പോലെ മനുഷ്യൻ അവൻ്റെ ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നൽകി എന്നുള്ളത് അത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അത് ദീനിൻ്റെ പകുതിയാണ്. അതുണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമേ ഒരാൾ പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനാകുന്നുള്ളൂ. അതായത് സ്വന്തം ഇണയോട് കൂടിച്ചേരുന്ന സന്ദർഭത്തിലാണ് അയാൾ പൂർണ്ണമായിട്ടൊരു മനുഷ്യനായി മാറുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് സൗജ് എന്നുള്ള പദപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഇത് തന്നെ നമ്മൾ ഒരല്പം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞു. ഇത് ഒരല്പം കൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സൗജുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന മറ്റൊരു പരാമർശം സൗജിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ ബഖറയുടെ 187 ആയത്ത്, ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുൻ, അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, തിരിച്ച് നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ മനോഹരമായിട്ടുള്ളൊരു ഉപമ. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് മാത്രം, ഇതര ജീവികളൊന്നും വസ്ത്രം ധരിക്കാറില്ല. വസ്ത്രം ധരിക്കാത്തതിൽ അവർക്ക് യാതൊരു പ്രയാസവും തോന്നാറില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം എന്നുള്ളത് ജീവിതത്തിൽ അനിവാര്യമാണ്. അതില്ലാതെ നമ്മളൊരിക്കലും പുറത്തിറങ്ങാറില്ല. ഒരു നേരം അതില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ സൂറത്തുൽ അറാഫിൽ വസ്ത്രം നീങ്ങിയ സന്ദർഭത്തിൽ അവർക്കുണ്ടായ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പം വസ്ത്രം നമ്മുടെ ശരീരത്തോട് എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു അതേ രൂപത്തിലാണ് നമ്മുടെ ഇണകൾ. സുബ്ഹാനല്ലാഹ്, ഇവിടെയും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. വസ്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായതുപോലെ, ശരീരത്തിൽ നമുക്ക് വേർപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ നമുക്ക് വേണ്ടി നമ്മളിൽ നിന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇണകളെ അവൻ്റെ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആയത്ത് ആരംഭിക്കുന്നത് തന്നെ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളും ചിന്തിച്ചു നോക്കുക. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ ഇണ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് ഇണ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ദൃഷ്ടാന്തം എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, ആയത്തുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു നൽകുന്ന ഓരോ ആയത്തുകളും അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ നിലനിർത്താൻ സഹായിക്കുന്നതായിരിക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ആ ഖുർആൻ നമുക്ക്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ ദൃഷ്ടാന്തവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഗിഫ്റ്റാണ് ഓരോ ദൃഷ്ടാന്തങ്ങളും. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇണകളുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, കാരണം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തമാണ് ഇണയെ നൽകിയതെന്നാണ് ആയത്തിൽ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇണയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിലും ഒന്നാമതായിട്ട് നമ്മുടെ ഇണകൾ എന്നുള്ളത് അത് അള്ളാഹുവിനെ സംബന്ധിച്ച്, യജമാനെ സംബന്ധിച്ച് നമ്മളെ ഓർക്കാൻ സഹായിക്കുന്നതായിരിക്കണം. രണ്ടാമതായിട്ട് ആ യജമാൻ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ ഇണ എന്നുള്ളത്.
അപ്പോൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാണെങ്കിൽ അവൻ നൽകിയ ഈ ഒരു ഗിഫ്റ്റിനെയും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച രൂപത്തിൽ നമ്മളതിനെ പരിചരിക്കും. അള്ളാഹുവിനോടുള്ള നന്ദി നമ്മൾ ഈ ഒരു അള്ളാഹു നൽകിയ ദൃഷ്ടാന്തത്തോട് നമ്മൾ കാണിക്കും എന്നുള്ളതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിലുള്ള നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന നിങ്ങളുടെ ഒരു മാനേജർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ അവർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കും. അവർ തന്ന സാധനം ഒരു പക്ഷേ വില മതിക്കുന്ന ഒരു കാര്യമാവില്ല, കാരണം ഒരു പെന്നോ ഒരു പെൻസിലോ ആയിരിക്കും അവർ തന്നിട്ടുണ്ടാകുക. പക്ഷേ അത് നീ നിധി പോലെ സൂക്ഷിക്കും. കാരണം ആ വസ്തുവിനല്ല നിങ്ങൾ വില കൽപ്പിക്കുന്നത്, മറിച്ച് അത് നൽകിയ ആളോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് ആ വസ്തുവിനെ സൂക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ദൃഷ്ടാന്തം അവൻ്റെ ആയത്തുകളാണ് ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഇണ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നൽകിയ ഈ ഒരു ആയത്ത് നമ്മൾ കൃത്യമായിട്ട് പരിചരിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ഭാഗം, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇണയാക്കി നമ്മളെ സൃഷ്ടിച്ചത്? അതാണ് ആയത്തിൻ്റെ അടുത്ത ഭാഗം. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നീ ശാന്തി കണ്ടെത്താൻ, അല്ലെങ്കിൽ അവളിലേക്ക് സമാധാനപൂർവ്വം നീ ഒത്തുചേരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ഇണയെ നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു പദവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും സക്കീനത്ത് അല്ലെങ്കിൽ സക്കന, സുക്കൂൻ എന്നുള്ള അറബി ഭാഷ, ഈ ഒരു ഭാഷാപരമായിട്ട് ഇതിനെ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു പദത്തിൻ്റെ അർത്ഥം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിൽക്കുന്നതിനെയാണ് സക്കന എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അടങ്ങുന്നതിനെ സക്കന എന്ന അറബി ഭാഷയിൽ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഓതുന്ന സന്ദർഭത്തിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സുക്കൂന് കണ്ടാൽ നമ്മൾ അവിടെ നിർത്തും. അപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരാളുടെ വിശ്രമമില്ലായ്മ അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലൊരു വിശ്രമം ഉണ്ടാവില്ല, ഒരു റെസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം സഞ്ചരിക്കാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ സുക്കൂൻ അല്ലെങ്കിൽ സക്കന അല്ലെങ്കിൽ നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു വസ്തു, അത് ആ വസ്തു വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സഞ്ചരിക്കാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന വസ്തു അത് വിശ്രമത്തിലായിരിക്കും, അത് അതിൻ്റെ സക്കനയിലായിരിക്കും. അപ്പോൾ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ, ഭൗതിക ശാസ്ത്രത്തിലെല്ലാം ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ഒരു വസ്തു സഞ്ചരിക്കാതെ അതിനെ റെസ്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ആയത്തിനെ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ദുനിയാവിൽ നമ്മുടെ മഈശത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ദുനിയാവിൽ റെസ്റ്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്. ഈ ഒരു നമ്മുടെ ഈ ദുനിയാവിലുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും സമാധാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റ് ലഭിക്കുന്നത് നമ്മുടെ മറ്റേ പകുതിയായിട്ടുള്ള നമ്മുടെ ഇണയുമായിട്ട് കൂടിച്ചേരുന്ന സന്ദർഭത്തിലാണ്. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ, ഏതൊരു തിരക്ക് പിടിച്ച, ഏതൊരു മാനസിക പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭത്തിലും നീ അവളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് സമാധാനവും ശാന്തിയും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത്. ഇവിടെ ഈ ഒരു പദപ്രയോഗം തന്നെ ലിതസ്കുനു ഇലൈഹ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അത് ജംആണ്, ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചത്. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിലും ഭർത്താവിന് ഭാര്യയിലും പരസ്പരം ശാന്തി കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മനസ്സ് പങ്കുവെക്കാൻ, അല്ലെങ്കിൽ ശാന്തി കണ്ടെത്താനും ഇണകളായിട്ട് സൃഷ്ടിച്ചതിലൂടെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുറത്ത് തിരക്ക് പിടിച്ച് ഒരു വിശ്രമവുമില്ലാതെ ഓടിക്കൊണ്ട് അവസാനം വീട്ടിൽ ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മറന്ന് അവന് ശാന്തി കണ്ടെത്താൻ അവന് സാധിക്കണം. പുറത്തുള്ള കൊടുങ്കാറ്റിൽ നിന്നെല്ലാം അവന് അഭയം നൽകുന്നത് അവൻ്റെ വീടും അവൻ്റെ ഭാര്യയുമാണ്. അതുകൊണ്ടാണ് വീടിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്കന എന്നാണ് അറബി ഭാഷയിൽ വീടിനും അതേ പ്രയോഗം മസ്കന എന്നുള്ള പദം കൊണ്ടാണ് വീടിനെയും വിശേഷിപ്പിക്കാറുള്ളത്. പുറത്ത് ഏതൊരു പ്രയാസവും ഏതൊരു പ്രതിസന്ധിയും പുറത്തുണ്ടെങ്കിലും അതെല്ലാം മറക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം അവന് ഇറക്കി വെക്കാനുള്ളൊരു അഭയ കേന്ദ്രമാണ് അവൻ്റെ
സൗജ് അല്ലെങ്കിൽ അവൻ്റെ ഇണ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത്. ലിതസ്കുനു ഇലൈഹ. സുബ്ഹാനല്ലാഹ്. ഏത് രൂപത്തിലാണ് നമുക്ക് ശാന്തി ലഭിക്കുന്നത്? എങ്ങനെയാണ് നീ അവളിൽ ശാന്തി കണ്ടെത്തുക? അതാണ് അടുത്ത ആയത്തിൻ്റെ അടുത്ത ഭാഗം. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഇവിടെ മവദ്ദത്ത് അല്ലെങ്കിൽ വദ് എന്നുള്ള പദം അറബി ഭാഷയിൽ തീവ്രമായിട്ടുള്ള സ്നേഹം, അതിനെ സൂചിപ്പിക്കാനാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. അതിശക്തമായിട്ടുള്ള പ്രേമം അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള സ്നേഹം. അത് എളുപ്പത്തിൽ മനസ്സിലാക്കുമ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ സമയത്താണ് അത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ എവിടുന്ന അറിയാത്ത രൂപത്തിലൊരു വല്ലാത്ത സ്നേഹം നമുക്കിടയിൽ കാണാറുണ്ട്. അതാണ് മവദ്ദത്ത്. അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള രൂപത്തിലുള്ളൊരു തോന്നൽ തുടക്കത്തിലുണ്ടാകുന്ന ഒരു ഫീലിംഗ്, ആ ഒരു മവദ്ദത്ത്, അതിനാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ മവദ്ദത്ത് അത് അതേ രൂപത്തിൽ എല്ലാ കാലത്തും അവശേഷിക്കുകയില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. വിവാഹം കഴിഞ്ഞൊരല്പം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ ഏറ്റക്കുറച്ചിൽ വരാൻ തുടങ്ങും. അതെല്ലാ കാലത്തും അതേ രൂപത്തിൽ നിലനിൽക്കുകയില്ല. അതിൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത പദം മവദ്ദതൻ വറഹ്മതൻ, പിന്നീട് കാരുണ്യം കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പരാമർശിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മവദ്ദത്തിൻ്റെ കൂടെ പിന്നീട് ഒരല്പകാലം കഴിയുമ്പോൾ പിന്നീട് റഹ്മത്ത് വരുന്നു. പിന്നീട് ആ ബന്ധം പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്വാഭാവികമായിട്ട് ആ മവദ്ദത്ത്. പക്ഷേ മവദ്ദത്തിനേക്കാൾ കൂടുതൽ മുൻപന്തിയിൽ പിന്നീട് ഉണ്ടാവുക റഹ്മത്താണ്. ഈ രണ്ട് ഘടകങ്ങളാണ് ആ ബന്ധത്തെ പിടിച്ചു നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും വിവാഹം കഴിച്ചൊരല്പ കാലം കഴിയുന്ന സന്ദർഭത്തിൽ കുട്ടികളുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെയും കുട്ടികളെയും നന്നായിട്ട് പരിചരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു തരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് നിങ്ങൾക്കൊരു റഹ്മത്ത് തോന്നും. ഭാര്യയ്ക്ക് തിരിച്ചും ഇതേ രൂപത്തിൽ എനിക്കും കുട്ടികൾക്കും വേണ്ടതെല്ലാം ഈ ഒരു വ്യക്തിയാണ് ചെയ്തു തരുന്നത്, എന്തെൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലും നിറവേറ്റി തരുന്നത്, എന്നെ സംരക്ഷിക്കുന്നതെല്ലാം ഈ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് തിരിച്ചും ഒരു റഹ്മത്ത് ഭർത്താവിനോട് തോന്നും. ഈ രണ്ടും, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനിടയിലുള്ള ഈ റഹ്മത്താണ് പിന്നീട് ആ ബന്ധത്തെ ശക്തമായിട്ട് പിടിച്ചു നിർത്തുന്നത്. മവദ്ദതൻ വറഹ്മ. ആദ്യത്തിലുള്ള സ്നേഹം പിന്നീട് അതേ രൂപത്തിലെ സ്നേഹം ഉണ്ടാകും, പക്ഷേ അതേ രൂപത്തിൽ ഉണ്ടാവില്ല. അത് പിന്നീട് ഒരല്പം കുറയും. പക്ഷേ അതേസമയം പിന്നീട് സ്നേഹത്തെക്കാൾ ഉപരി അവരെ ബന്ധം നിലനിർത്തുന്നത് റഹ്മത്താണ്. അവർ തമ്മിലുള്ള ഈ ഒരു കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തൊരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ ത്വലാഖല്ലാണ്, എനിക്ക് ഒഴിവാക്കണം, എനിക്ക് അവളോട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് കാരണം അന്വേഷിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, എനിക്ക് അവളെ എത്രയായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അയ്നടി ആയ, എവിടെയാണ് നിൻ്റെ കാരുണ്യം എവിടെയാണ്? ഇത്രയും കാലം നിനക്ക് അവളോട് യാതൊരു കാരുണ്യമില്ല, ഇത്രയും കാലം നിന്നെയും കുട്ടികളെയും ഈ രൂപത്തിലെല്ലാം അവൾ പരിചരിച്ചില്ലേ? അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് അവളോട് യാതൊരു കാരുണ്യവുമില്ലേ എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും, ഇതാണ് ആ ബന്ധത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഇണകൾ. പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് പ്രതിസന്ധികളെ ഇറക്കി വെക്കാൻ സാധിക്കുന്നൊരു കേന്ദ്രം, അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ, അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ദൃഷ്ടാന്തത്തെ, ഈ ഇണ എന്നുള്ള ദൃഷ്ടാന്തത്തെ നമുക്ക് നൽകിയതെന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ചിത്രം നമ്മുടെ ഇണകളായിരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും നിസ്സാരമായിട്ട് പ്രവാചകന് വേണ്ടി ത്യജിക്കാൻ സന്നദ്ധരായിട്ടുള്ള സ്വഹാബികൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അവർ കേൾക്കുന്നില്ല. വല്ലാത്തൊരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം തേടിയത് ഏതെങ്കിലും മുതിർന്ന സ്വഹാബികളോട് അല്ലെങ്കിൽ ഉറ്റ അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്നും ആയിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് കാര്യം പറയുന്നു. ഭാര്യ പറഞ്ഞ പരിഹാര മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഭാര്യ പറഞ്ഞ ഉപദേശപ്രകാരം ചെയ്യുന്നു, ആ ഭാര്യ നിർദ്ദേശ പരിഹാരത്തിലൂടെ കൂടെ ആ പ്രശ്നം അവസാനിപ്പിക്കാനും സാധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളുമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതേ രൂപത്തിൽ വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട കേന്ദ്രങ്ങളിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരും. ഭാര്യ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾ പറയും ഒന്നും മിണ്ടാതിരിക്കും, മനുഷ്യനൊരല്പനേരം സ്വസ്ഥത വേണം. ഒരിക്കലും ഭാര്യയോട് അത്തരത്തിലുള്ള കാര്യം നമ്മൾ പറയാൻ സന്നദ്ധമാകില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം പലരും അഭയം തേടാറുള്ളത് ഒരിക്കലും ഭാര്യയോടല്ല, മറിച്ച് സുഹൃത്തുക്കളോടോ മറ്റോ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന മാതൃക അതിന് നേർവിരുദ്ധമായിട്ടുള്ളൊരു മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിക്കുന്ന ആദ്യ ഘട്ടത്തിൽ വഹ്യ് ലഭിച്ച സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്നും പേടിച്ചരണ്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് ഭാര്യയുടെ അടുത്തേക്കാണ്. ഭാര്യയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നത്. ഭാര്യ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് നിർദ്ദേശങ്ങൾ നൽകുന്നത്. പ്രവാചകൻ അതിനനുസരിച്ച് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികളിൽ നിന്നും അഭയം തേടാനുള്ളൊരു കേന്ദ്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളാകുന്ന ദൃഷ്ടാന്തത്തെ നമുക്ക് നൽകിയത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രാർത്ഥന കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇണകളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ്റെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച സന്ദർഭത്തിൽ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങൾ വിശദീകരിച്ച സന്ദർഭത്തിൽ അവർ നടത്തുന്നൊരു പ്രാർത്ഥന, വല്ലദീന യഖൂലൂന റബ്ബന ഹബലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും അതേപോലെ തന്നെ മക്കളിൽ നിന്നും കൺകുളിർമ ലഭിക്കണമെന്നാണ് അവരുടെ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന, അതായത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന ഈ ഒരു പ്രാർത്ഥന ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ഒരു ലോകം കുടുംബ ബന്ധങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിശ്വാസികൾ നടത്തേണ്ട ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. അത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രാർത്ഥനയുടെ ഭംഗി മനസ്സിലാക്കാൻ വേണ്ടി, അതായത് എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും കാരണം എനിക്ക് കൺകുളിർമ ലഭിക്കണം എന്നുള്ളതാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഈ കൺകുളിർമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ മറ്റ് 2 പ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു പ്രാർത്ഥന ആഴത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് സ്വന്തം കുട്ടിയെ ഒരു കുട്ടയിലാക്കിയിട്ട് നദിയിലേക്ക് എറിയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഒരു 5-10 മിനിറ്റോ നമ്മുടെ കൺമുമ്പിൽ കാണാതായാലും ഒരു മാതാവിനുണ്ടാകുന്ന പ്രയാസം എത്രത്തോളമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. വല്ലാത്തൊരു പ്രയാസമായിരിക്കും മാതാവിനുണ്ടാവുക. പക്ഷേ ഈ മാതാവ് ചെയ്യുന്നത് സ്വന്തം കുട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം നദിയിലേക്ക് എറിയുകയാണ്. പിന്നെ ആ മാതാവ് ആ കുട്ടിയെ കാണുന്നില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഈ മാതാവ് നദിയിൽ ഉപേക്ഷിച്ച ഈ കുട്ടി പിന്നീട് എത്തിച്ചേരുന്നത് ഫിർഔൻ്റെ കൊട്ടാരത്തിലാണ്. ഫിർഔൻ്റെ കൊട്ടാരത്തിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്, അത് ആസിയ റളിയല്ലാഹു അൻഹ. വിശ്വാസിനികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകയായിട്ട് പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഉംറഅത ഫിർഔൻ്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ കൊട്ടാരത്തിൽ വളരുന്നത്. അവർക്ക് മാനസികമായിട്ട് വല്ലാത്ത പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി തുറന്ന് പറയാൻ പോലും ഒരാളില്ല. കാരണം തുറന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഫിർഔൻ്റെ അനുയായികളാണ്. അവിടെയുള്ള പട്ടാളവും പോലീസെല്ലാം ഫിർഔൻ്റെ കീഴിലാണ്. അതിനിടയിൽ അവർക്ക് ആകെയുള്ളൊരു അഭയകേന്ദ്രം അള്ളാഹു മാത്രമാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കുട്ടിയെ അവർക്ക് ലഭിക്കുന്നത്. കുട്ടിയെ ലഭിച്ചോടുകൂടെ അവർ വല്ലാതെ സന്തോഷിക്കുകയാണ്. കാരണം എനിക്കിനി ഒരു അഭയമായിട്ട് ഈ കുട്ടി ഉണ്ടാകും.
ഇനി എനിക്ക് സന്തോഷം കണ്ടെത്താനുള്ളൊരു മാർഗമായിട്ട് ഈ കുട്ടിയെ അവർ കാണുകയാണ്. അതുകൊണ്ടാണ് കുട്ടിയെ ലഭിച്ച ഉടനെ അവർ ഫിർഔനോട് പറയുന്നൊരു ഭാഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിൻ്റെ 9-ാമത്തെ വാക്യം, ഖുർറത്ത ഐനുൻ ലി വലക്, ഈ കുട്ടി എൻ്റെയും നിങ്ങളുടെയും കണ്ണിന് കുളിർമയേകുമെന്നാണ് ഫിർഔനോട് അവർ പറയുന്നത്. ഈ ഭാഷയിലുള്ളൊരു അത്ഭുതം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവർ പറയുന്ന സമയത്ത് പോലും ലീ വലക്ക് എന്നാണ് പറയുന്നത്, എനിക്കും നിനക്കും. അവിടെ നമ്മൾക്ക് എന്നല്ല പറയുന്നത്, മറിച്ച് രണ്ടായിട്ടാണ് പറയുന്നത്. അത് തന്നെ അവരുടെ മാനസികമായിട്ടുള്ളൊരു ബന്ധം കൃത്യമായിട്ട് ഈ ആയത്ത് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ആസിയ റളിയല്ലാഹു അൻഹ പറയുന്നത് കണ്ണിന് കുളിർമയേകുമെന്നുള്ളതാണ്. കാരണം എല്ലാ അർത്ഥത്തിലും ഈ കുട്ടി എനിക്ക് അഭയം നൽകും, ഈ കുട്ടിയിലൂടെ എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കണ്ണിൻ്റെ കുളിർമ എന്ന് ഇവിടെ പരാമർശിക്കുന്നത്. പിന്നീട് അതേ സമയത്ത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു സന്ദർഭത്തിലും ഈ ഒരു കണ്ണിൻ്റെ കുളിർമ വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് ഈ കുട്ടിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നൊരു വല്ലാത്ത നിമിഷമുണ്ട്. അതായത് നഷ്ടപ്പെട്ടൊരു കുട്ടിയെ മാതാവിന് തിരിച്ചു ലഭിക്കുന്നൊരു സന്ദർഭം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലായിരിക്കും ആ ഒരു മുഹൂർത്തം. നഷ്ടപ്പെട്ട കുഞ്ഞിനെ വീണ്ടും മാതാവിന് തിരിച്ചു ലഭിക്കുന്ന ആ ഒരു സന്ദർഭം. ആ സന്ദർഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് സൂറത്ത് ത്വാഹയിൽ, ഫറജഅനാക അലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ, ഞാൻ അവരുടെ മാതാവ് ദുഃഖിക്കാതിരിക്കാനും അവർക്ക് കൺകുളിർമയേകാനും ഞാൻ ആ സന്താനത്തെ തിരിച്ചു നൽകി എന്നുള്ളതാണ്. മാതാവിൻ്റെ വിവരിക്കാൻ കഴിയാത്ത ആ ഒരു സന്തോഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചത് തഖറ ഐനുഹ എന്നുള്ളതാണ്, അവരുടെ കൺകുളിർമ എന്നുള്ളതാണ്. അപ്പോൾ ഇതേ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇതേ കാര്യം ലഭിക്കാനാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അയുൻ, എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഇണയിൽ നിന്നും മക്കളിൽ നിന്നും ലഭിക്കേണ്ടത് ഈ കൺകുളിർമയാണെന്നാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഏതുപോലെയെന്ന് വെച്ചാൽ, ആദ്യത്തെ സംഭവത്തിൽ ആസിയ റളിയല്ലാഹു അൻഹക്ക് ഈ കുട്ടി എനിക്കൊരു അഭയമായിട്ടുണ്ട്, എനിക്ക് പുറത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഫിർഔൻ്റെ അടുത്തു നിന്നും അതേപോലെ തന്നെ അനുയായികളിൽ നിന്നെല്ലാം ഏത് രൂപത്തിലുള്ള മാനസിക പീഡനം എനിക്ക് ലഭിച്ചാലും ഈ കുട്ടി എനിക്ക് അഭയമായിട്ടുണ്ട്, എത്തരം മാനസിക പ്രതിസന്ധികൾക്കിടയിൽ നിന്നെല്ലാം എനിക്ക് സന്തോഷം കണ്ടെത്താൻ ഈ ഒരു കുട്ടി എനിക്ക് സഹായകമാകുമെന്നുള്ള അവരുടെ വിശ്വാസമാണ് അവരാ ഒരു വാക്ക് പറയാൻ പ്രേരിപ്പിച്ചത്, ഖുർറത അയ്നുൻ ലി. അതേ രൂപത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് പുറത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് രൂപത്തിലുള്ള മാനസിക പ്രയാസം അവർ പുറത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ഇണയിലേക്ക് കൂടിച്ചേരുന്നതോടുകൂടെ അതെല്ലാം മറന്ന് അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. അത്തരത്തിൽ സാധിക്കുന്നവൾ ആക്കണമേ എൻ്റെ ഭാര്യ എന്നാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. രണ്ടാമതായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിലും അതായത് മകനെ നഷ്ടപ്പെട്ട് വീണ്ടും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ സന്തോഷം, ഇതേ രൂപത്തിൽ പുറത്ത് പ്രതിസന്ധികളും മറ്റും നിറഞ്ഞു നിന്ന് പിന്നീട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇണയുമായിട്ട് കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിലുള്ള ഒരു വല്ലാത്ത സന്തോഷം എൻ്റെ ജീവിതത്തിൽ ആ രൂപത്തിലുള്ളൊരു സന്തോഷം നൽകാൻ കഴിയുന്നവൾ ആകണമേ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു വികാരം എന്നുള്ളത് മാതാവും മക്കളും തമ്മിലുള്ളതാണ്. ആ ഒരു വികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച അതേ പദം തന്നെയാണ് വിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചെന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഭംഗി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ നമ്മൾ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് അഭയമായിട്ടുള്ള കേന്ദ്രമായിട്ട് നമ്മുടെ വീടിനെയും അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയെയും മക്കളെയും നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കാണാൻ സാധിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ. അതിനു വേണ്ടിയായിരിക്കും വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത്തരത്തിലുള്ളൊരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ജീവിച്ച് മനോഹരമായ രൂപത്തിൽ
അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് ഇതേ രൂപത്തിൽ വീണ്ടും ഒരുമിക്കാനുള്ളൊരു സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാക്കട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.